ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിരൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ലോകം ആശങ്കപ്പെട്ടതുപോലെ അമേരിക്ക അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിച്ച് യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. ഇസ്രായേൽ ഒസയിലും മറ്റും നിരായുധരായ ആളുകളെ പട്ടിണി കിടന്ന് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ വരിതെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും നിരപരാധികളായി വിഷം നട്ടിയ വയറുമായി വരുന്ന പാവങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ആ ലാഘവത്തോടെ തിരിച്ചു പോകാൻ ഇറാനുമായുള്ള യുദ്ധത്തിൽ സാധിക്കുന്നില്ല എന്നത് ഇസ്രായേലിനെ അവരുടെ പരാജയം മണപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം എന്ന് പറയുന്നത്, ഇറാൻ ആഗ്രഹിക്കുന്ന ഏത് നിമിഷവും ഒരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അരികിലുള്ള എല്ലാ ആയുധങ്ങളും ഞങ്ങളുടെ പോരാട്ട വീര്യമൊക്കെ ചോർന്നിരിക്കുന്നു, ഇനി നിങ്ങൾ വരൂ, നമുക്കൊന്ന് സന്ധിയാകാം എന്ന ഒരു വിലാപമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. പരമാധികാര രാഷ്ട്രമായ ഇറാനിലേക്ക് കയറി ചെന്ന് അവിടെ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന പെരുങ്കള്ളം പറഞ്ഞിട്ട് ആ രാജ്യത്തെ ആക്രമിക്കാൻ ഇസ്രായേലിന് അവരുടെ അഹങ്കാരമാണ് അതിനെ പ്രേരിപ്പിച്ചത്. എല്ലാ രാഷ്ട്രങ്ങളുടെയും മേലിൽ അധീശത്വം ഉണ്ടാക്കുകയും എല്ലാവരെയും കയറി ആക്രമിക്കുകയും അങ്ങനെ ലോക സമാധാനത്തിന് ഒരു വലിയ ഭീഷണിയായി മാറുകയാണ് സയനിസ്റ്റ് രാജ്യം. ചരിത്രത്തിൽ അനിവാര്യമായ തിരിച്ചടിയാണ് ആ സയനിസ്റ്റ് രാജ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അമേരിക്ക അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിച്ചുകൊണ്ട് ഇറാനിലെ ആണവ നിലയം തകർക്കാൻ വേണ്ടി വന്നതാണ്. ആ ആണവ നിലയം ഭൂമിക്കടിയിൽ വളരെ താഴ്ചയിൽ 80 മുതൽ 90 വരെ മീറ്റർ താഴെ നിൽക്കുന്നതുകൊണ്ട് ഇസ്രായേലിനെ ആണവ നിലയത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിന് 30,000 പൗണ്ട് വരുന്ന അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് കഴിയൂ എന്നതുകൊണ്ട് അമേരിക്കയുടെ സഹായം ആവശ്യപ്പെടുകയാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ചെയ്യാം. ഏതായാലും അമേരിക്ക തന്നെ വന്ന് ഏകദേശം 6ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിട്ടും അവരുദ്ദേശിക്കുന്ന തരത്തിൽ ഇറാന്റെ ആണവ നിലയത്തെ സ്പർശിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മാത്രവുമല്ല, അമേരിക്കയുടെ ഈ അക്രമം മുന്നിൽ കണ്ട ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ മാസങ്ങൾക്ക് മുമ്പേ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നതുകൂടെ വരുമ്പോൾ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന അമേരിക്ക എത്രമാത്രം പരാജയമാണ് എന്നതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുത. ഏതായാലും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇറാൻ തങ്ങളുടെ സുഹൃത്തായ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് റഷ്യയുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ചർച്ചകളും മറ്റും നടക്കുകയാണ്. ഇറാന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ചൈനയും അതുപോലെ നോർത്ത് കൊറിയയും തുർക്കിയുമൊക്കെ രംഗത്ത് വരികയാണ്. അങ്ങനെ അമേരിക്ക ഇസ്രായേൽ ഈ ദുശക്തികൾക്കെതിരെ ലോകത്ത് വലിയ ഒരു അച്ചുതണ്ട് തന്നെ രൂപീകരിക്കപ്പെടുന്നു എന്നത് ഒരു വലിയ വാർത്തയായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ലോകത്ത് സൈനിക ശക്തിയിൽ 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്ന 2 ശക്തികളാണ് അമേരിക്കയും റഷ്യയും. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ഈ സാമ്രാജ്യത്വ ശക്തികൾ അവർ ഭയക്കുന്നത് അവരുടെ കയ്യിൽ മാത്രമേ ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു രാഷ്ട്രം തങ്ങളുടെ ശത്രുചേരിയിൽ നിൽക്കുന്ന വേറൊരു രാഷ്ട്രം അത് കൈവശപ്പെടുത്തരുത് എന്ന ഒരു കുടില ചിന്തയാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾക്കും അതുപോലെ വലിയ ഭീതിതമായ യുദ്ധത്തിലേക്കുമൊക്കെ മുന്നോട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇറാനിലും അത് തന്നെയാണ് അവർ പേര് പറയുന്നത്. ഏതായാലും ഈ ന്യൂക്ലിയർ വെപ്പന്റെ വിഷയത്തിൽ
ഇന്ന് ലോകത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാഷ്ട്രം അത് റഷ്യയാണ്. ആ റഷ്യയുമായിട്ടാണ് ഇറാൻ കൂട്ടുകൂടിയിരിക്കുന്നത്. റഷ്യയിലേക്കാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രി പോയിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുമുണ്ട്. നമുക്ക് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൈനിക ബലം എത്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനം നടത്തി നോക്കാം.